ഞാനൊരു വക്കീലാണ്. താങ്കളുടെ സംസാരത്തിന് നന്ദി. എന്റെ ചോദ്യം ഖുർആനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും യഹൂദമതത്തെക്കുറിച്ചും ക്രിസ്തുമതത്തെക്കുറിച്ചും നിങ്ങൾ സംസാരിച്ചു. യഹൂദമതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തൗറാത്ത് ഉദ്ധരിച്ചിരുന്നു. ക്രിസ്തുമതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബൈബിളും ഉദ്ധരിച്ചു. ഇങ്ങനെ എല്ലാ മതങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയ താങ്കൾക്ക് ഒരു മതം മറ്റൊരു മതത്തേക്കാൾ മഹത്തരമെന്ന് തോന്നിയിട്ടുണ്ടോ? സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ ഖുർആനെ പ്രത്യേകം ഉയർത്തിക്കാട്ടുന്നുണ്ടായിരുന്നു. അതെന്താണ് കാരണം? മറ്റു മതങ്ങളൊക്കെ സമാധാനത്തിനെതിരാണോ? താങ്കൾ സംസാരിക്കുമ്പോൾ യഹൂദമതവും ക്രിസ്തുമതവും കൽപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. യഹൂദമതവും ക്രിസ്തുമതവും സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ മതങ്ങൾ തമ്മിൽ അഥവാ യഹൂദമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? സഹോദരൻ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. അതായത്, നമ്മൾ തോറ വായിച്ചാൽ, യഹൂദികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ, ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് സമാധാനത്തെക്കുറിച്ചുള്ള വചനങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു മതം സമാധാനത്തിന് എതിരാണെന്നും ഏതെങ്കിലും ഒരു മതം ഭീകരത വളർത്തുന്നുണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞത് എല്ലാ മതങ്ങളും ഭീകരതയ്ക്ക് വിരുദ്ധമാണെന്നാണ്. പക്ഷെ എന്റെ സംസാരത്തിലെ ഒരു പ്രത്യേക വിഷയം ഖുർആനിലെ ഒരു ആയത്താണ്. അധ്യായം 5 ആയത്ത് 32. ഈ ആയത്ത് വളരെ വ്യത്യസ്തമാണ്. ഇതുപോലൊരു വചനം മറ്റൊരു ഗ്രന്ഥത്തിലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മതത്തെക്കുറിച്ചും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വചനം പറയുന്നത്, നിങ്ങൾ നിരപരാധിയായ ഒരാളുടെ ജീവൻ ഹനിക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തെ മുഴുവനും കൊന്നതുപോലെയാണ്. ഒരു നിരപരാധിയുടെ ജീവൻ നിങ്ങൾ രക്ഷിക്കുകയാണെങ്കിൽ അത് മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണെന്നാണ്. ഈ ഒരു വചനത്തിന്റെ വ്യത്യാസം മാത്രമാണ് ഞാൻ ഉയർത്തിക്കാട്ടിയത്. മൊത്തത്തിലെടുത്താൽ ഞാൻ സമ്മതിക്കുന്നു, ഒട്ടുമിക്ക മതങ്ങളും, എല്ലാ മതവും എന്ന് തന്നെ പറയാം, സമാധാനമാണ് കൽപ്പിക്കുന്നത്. അക്കാരണത്താലാണ് യേശുക്രിസ്തു, അദ്ദേഹത്തിന് ശാന്തി ഉണ്ടായിരിക്കട്ടെ, താങ്കൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ അധ്യായം 24 വചനം 36, അദ്ദേഹം ഒരു സ്ഥലത്ത് കടന്നു ചെല്ലുമ്പോൾ അനുചരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഷ്ലാം അലൈക്കും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ശാന്തി ഉണ്ടായിരിക്കട്ടെ എന്ന് തന്നെയാണ്. ഇങ്ങനെ നോക്കിയാൽ യേശുക്രിസ്തുവിന്റെയും അഭിവാദ്യ വചനം അദ്ദേഹം ആരെയെങ്കിലും കാണുമ്പോൾ പറഞ്ഞിരുന്നത് ഷ്ലാം അലൈക്കും. അതിന്റെ അർത്ഥം അറബിയിൽ പറയുന്ന അസ്സലാം അലൈക്കും തന്നെയാണ്, നിങ്ങൾക്ക് ശാന്തി ഉണ്ടായിരിക്കട്ടെ. താങ്കളുടെ ചോദ്യം ഒരു മതത്തിന് മറ്റൊരു മതത്തേക്കാൾ മഹത്വമുണ്ടോ എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവം ഒരു മതം മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നാണ്. അവൻ വ്യത്യസ്ത മതങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നത് അവൻ മനുഷ്യനെ വ്യത്യസ്ത സമുദായമായി സൃഷ്ടിച്ചുവെന്നാണ്. വ്യത്യസ്ത നിറങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിൽ. അങ്ങനെ അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ സാധിക്കും, പരസ്പരം തെറ്റിദ്ധരിക്കപ്പെടില്ല. ദൈവത്തിന്റെ ആ ഒരേ ഒരു മതം, അതാണവൻ സകല പ്രവാചകന്മാരിലൂടെയും അവതരിപ്പിച്ചത്. മോശയിലൂടെയായാലും യേശുവിലൂടെയായാലും അദ്ദേഹത്തിന് ശാന്തി നേരുന്നു, മോശയ്ക്കും ശാന്തി നേരുന്നു. മുഹമ്മദിലൂടെയായാലും അദ്ദേഹത്തിനും ശാന്തി നേരുന്നു. ആ മതം സമ്പൂർണമായി സർവശക്തന് മുൻപിൽ സമർപ്പിക്കുക എന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ പ്രവാചകന്മാരും, ആദ്യമായ ആദം, നോഹ, മോശ, ജീസസ്, മുഹമ്മദ്, ഇവരെല്ലാവർക്കും ശാന്തി നേരുന്നു. ഇവരെല്ലാവരും അവതരിപ്പിച്ചത് ഒരേ സന്ദേശമാണ്. ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവനിൽ മാത്രം സമർപ്പിക്കുകയും അവനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുക. സഹോദരന് കാര്യം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു.